ജേസൺ ചാമോളപ്പിലേക്ക്. ജേസൺ, ഇപ്പോൾ തൃശ്ശൂരിലും മരം വീണ് ഉള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും ഇന്ന് ശക്തമായ മഴയായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. എന്താണ് തൃശ്ശൂരിൽ നിന്നുള്ള റിപ്പോർട്ട്? സ്മൃതി, തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായി മഴ ഇപ്പോഴും തുടരുകയാണ്. തീരപ്രദേശങ്ങളിൽ അതുപോലെ തന്നെ വനമേഖലകളിലൊക്കെ തന്നെ മഴ തുടരുന്നുണ്ട്. അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളിലൊക്കെ ശക്തമായ മഴയാണ്. ഈ മേഖലയിലും നിയന്ത്രണം കൊണ്ടുവരുന്ന സ്ഥിതിയെ കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ ഭരണകൂടം ആലോചിച്ചു വരികയാണ്. മഴ ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മരങ്ങൾ വീണ് വലിയ അപകട സാധ്യത ഈ മേഖലകളിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. അതേസമയം തന്നെ തീരപ്രദേശങ്ങളിലൂടെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ പതുക്കെ രൂപപ്പെട്ടു വരുന്നു. സർവീസ് റോഡുകളിൽ ആശങ്ക ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ദേശീയപാതയിൽ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയുടെ സമീപത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സ്ഥിതിയുണ്ട്. ഇതിനിടയിലാണ് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ഒരു വീടിന് മുകളിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീഴുന്ന സ്ഥിതി ഉണ്ടാകുന്നു. വീടിന്റെ പുറകുവശം പൂർണ്ണമായും തകരുന്നു. വീടിനകത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾ, ഈ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെല്ലാം തകരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഈ തെങ്ങ് വീഴുന്ന ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ട് മാത്രമാണ് വീടിനകത്തുള്ളവർക്ക് പരിക്കേൽക്കാതിരുന്ന, ജീവൻ നഷ്ടപ്പെടാതിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ ശക്തമായ കാറ്റ് ഇടവിട്ട് പല സ്ഥലങ്ങളിലും വീശുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. പല സ്ഥലങ്ങളും അപകട മേഖല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. സ്മൃതി, അഖിൽ കെയിലേക്ക്. അഖിൽ, കോട്ടയത്തെ സ്ഥിതി എന്താണ്? കോട്ടയത്തും മഴ പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്, ഇപ്പോഴും മഴ പെയ്യുകയാണോ? സ്മൃതി, ചിലപ്പോൾ കോട്ടയം നഗരത്തിൽ മഴയില്ല എങ്കിൽ പോലും മലയോര മേഖലയിലും മറ്റ് പാല തുടങ്ങിയ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇടവിട്ട മഴ, ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന് രാവിലെയൊക്കെ തന്നെ ശക്തമായ മഴ കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്തിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചങ്ങനാശ്ശേരിയിൽ സ്വദേശിയായിട്ടുള്ള ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം സ്വദേശിയായിട്ട് ബിജിയുടെ വീടിന് മുകളിലേക്ക് മരം, അതായത് സ്വന്തം പുരയിടത്തിൽ തന്നെയുള്ള തേക്കും ഒപ്പം തന്നെ ഒരു മാവിന്റെ കൊമ്പുമാണ് ഒടിഞ്ഞു വീഴുന്നത്. വീടിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു. ഈ സമയത്ത് അപകടം നടക്കുമ്പോൾ വീടിനുള്ള ആളുണ്ടായിരുന്നു, പക്ഷേ ആർക്കും പരിക്കേറ്റില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ വീടിന്റെ ഒരു ഭാഗം തകർന്നു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മറ്റു ജില്ലയിലെ തന്നെ പ്രധാന നദികളായിട്ട് മണിമലയാറിലും ഒപ്പം തന്നെ മീനച്ചിലാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷേ കര കവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ശക്തമായ മഴ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ കര കവിയുകയും അപ്പുറ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിലാവുന്ന സ്ഥിതിയിലേക്ക് പോകും. നിലവിൽ എന്നാൽ ഇപ്പോൾ ജില്ലയിൽ ഖനനത്തിന് മാത്രമാണ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ മർമല, അരുവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള നിയന്ത്രണങ്ങളിലേക്കും ഒരുപക്ഷെ ജില്ലാ ഭരണകൂടം കടന്നേക്കും. എന്തായാലും ഇപ്പോൾ കോട്ടയം നഗരത്തിൽ മഴ മാറി നിൽക്കുന്നു. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് കോട്ടയം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. പക്ഷേ മലയോര മേഖലയിലും മറ്റു മേഖലയിലേക്കും ഒക്കെ ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി.